ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ, അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് കവി എന്ന പര്യായപദം ശുക്രന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ, വ്യാഴവും ശുക്രനും. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രനോ അസുരാചാര്യനോ. വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്മരനിപുണ സുഖി, സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ്, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. ആ സുഖം ആത്മീയമായ സുഖമാണ് വ്യാഴം ഉണ്ടാക്കുന്നത്. ശുക്രനാണെങ്കിലോ അത് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഹോരാചാര്യർ, വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം, എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു, ഭഗ്നനാണ്. പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി, ആ കൈവള്ളിയാണ് ഹോരാശാസ്ത്രം. അത് സ്വല്പമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 365 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അർത്ഥബഹുളം, ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം. വൃത്തവിചിത്രം, പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക സുഖത്തിലെ കാരകനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, അബല സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, എല്ലാ ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ്. ഇന്ന് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം, ശുക്രൻ ഇതാ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾ അറിയണം. മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. അതിന് 7-ാം ഭാവം, 7-ാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം. സ്വക്ഷേത്രമാകട്ടെ മേടവും തുലാവും. തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, മൂലക്ഷേത്രം കൂടിയാകുന്നു തുലാം. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള 123 ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ. ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, പുതിയ സ്ത്രീകൾ, കാമുകിമാർ, ദ ലക്ഷറീസ് പാർട്ട് ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. അതായത് 1200 മകരം 14 മുതൽ ഇടവം 17 വരെയുള്ള 2025 ജനുവരി 27 മുതൽ മെയ് 31 വരെയുള്ള 4 മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ശുക്രൻ പരമാവധി 30 മുതൽ 45 ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക. സൂര്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ബുധൻ 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കാണാം. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദനഹ, ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത്. ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത്. അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ്. ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ചാരവശാലുള്ള ശുക്രൻ്റെ സഞ്ചാരവും അതിലൂടെയുള്ള ശുഭാശുഭ ഫലങ്ങളുമാണ്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ 11-ാം ഭാവത്തിലേക്ക് വരുന്നു എന്നൊരു മഹത്തായ യോഗമാണ് ഉള്ളത്. ഇവിടെ ഒരു മഹാപരിവർത്തന യോഗവുമുണ്ട്. ശുക്രൻ 11-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിലും 11-ാം ഭാവാധിപനായ വ്യാഴം ശുക്രക്ഷേത്രത്തിലും പരസ്പരം
ക്ഷേത്രങ്ങൾ പരസ്പരം മാറി നിൽക്കുന്നു. അതൊരു പരിവർത്തന രാജയോഗമാകുന്നു. മറ്റൊരു വിപരീത രാജയോഗവുമുണ്ട്. അഷ്ടമാധിപനായ വ്യാഴം, 8ാം ഭാവാധിപത്യമുള്ള വ്യാഴവും 6ാം ഭാവാധിപത്യമുള്ള ശുക്രനുമാണ് ഇങ്ങനെ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. അതൊരു വിപരീത പരിവർത്തന രാജയോഗമുണ്ടെന്ന് പല ജ്യോതിഷികളും പറയാറുണ്ട്. ഏതായാലും ഇടവൻ രാശിക്കാർക്ക് ഒരു ലോട്ടറി അടിച്ച ഒരനുഭവം ഈ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നിശ്ചയമായും തരുന്നതാണ്. ഭൃഗുർലാഭകോ ലാഭതോ യസ്യ ലഗ്നാൽ സ്വരൂപം മഹീപം ച കുര്യാച്ച സമ്യക്. യാതൊരുവൻ്റെ രാശിയിലാണോ 11ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത്, ലാഭത ലാഭം ദദാതി, ലാഭത്തെ പ്രദാനം ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചു, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്. എല്ലാ ലാഭവും ശുക്രൻ തരും. എന്തൊക്കെ തരും? സ്വരൂപം, നല്ല രൂപത്തെ തരുന്നു. സൗന്ദര്യാദി വർധനവുകൾ ഉണ്ടാക്കുന്നു. അതിലൂടെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ധാരാളം സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങളും അല്ലെങ്കിൽ വ്യാപാരത്തിലെ സൗഹൃദങ്ങളും ഇതിലൂടെ ലഭിക്കുന്നു. സ്വരൂപം, ഈ മനോഹരമായ രൂപത്തെ തനിക്ക് മാർക്കറ്റ് ചെയ്യുവാൻ കഴിയുന്നു. മഹീപം, തനിക്ക് രാജയോഗം തരുന്നു. മഹീം പാതി ഇതി മഹീപ, തനിക്കൊരു രാജാവിൻ്റെ ഡിഗ്നിറ്റി തരുന്നു. എവിടെയും താൻ ആദരിക്കപ്പെടുന്നു. അത്ര നല്ല അനുഭവമാണ് 11ലെ ശുക്രൻ തരുന്നത്. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം, ഇദ്ദേഹം ഗുണങ്ങളാൽ ആഢ്യനാകുന്നു. തൻ്റെ ഗുണങ്ങളിലൂടെ തനിക്ക് ധാരാളം ഭൗതിക സുഖങ്ങൾ വരുന്നു എന്നർത്ഥം. ലസൽ കീർത്തി സത്യാനുരാഗം, പരിശോഭിക്കുന്ന കീർത്തിയും സത്യസന്ധതയും ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. തൻ്റെ വാക്കുകൾക്ക് പരിപാലിക്കുവാനുള്ള ഒരു വലിയ അവസരം തനിക്ക് കൈവരുന്നു. മഹായോഗം ഐശ്വര്യയുക്തം സുശീലം, ധാരാളം ഐശ്വര്യങ്ങൾ അനുഭവിക്കുന്നു. വളരെ നല്ല ഫലമാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പരിവർത്തന യോഗം. ഏതായാലും ഇടവൻ രാശിക്കാർക്ക് ഒരു അസുലഭമായ അവസരങ്ങളാണ് വരിക. ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം, വാങ്ങൽ കൊടുക്കൽ കച്ചവടം, ഇതൊക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ 11ലെ ശുക്രൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നു. ആശ്രയഫലവും വളരെ ഗുണമാണ്. ജഷേ വിദ്വാനാഢ്യ നൃപജനിത പൂജ്യ അതിസുഭഗ. വിദ്വാൻ, തനിക്ക് വളരെയധികം പാണ്ഡിത്യമുണ്ടാകുന്നു. ആഢ്യ ധനമുണ്ടാകുന്നു. നൃപജനിത പൂജ്യ, അധികാരികൾ രാജാവ് തന്നെ പൂജിക്കുന്നു. അതിസുഭഗ, വളരെ മെറ്റീരിയലിസ്റ്റായിട്ട് ജീവിക്കേണ്ട ഒരു ഭാഗ്യമുണ്ടാകുന്നു. ഈ സമയത്താണ് പലർക്കും ദൗത്യം നിർവഹിക്കാനായി 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോകുന്ന അവസ്ഥ വരുന്നത്. വിദ്വാൻ എന്ന വാക്ക് പറയുമ്പോൾ പഠിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതൊക്കെ തന്നെ ഇടവൻ രാശിക്കാർക്ക് പറ്റും. അതിനുള്ള സാമ്പത്തികമായ, മക്കളെ സഹായിക്കാനുള്ള സാമ്പത്തികമായ ബാങ്ക് ലോൺ മുതലായ അവസരങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. ഒരു ഭൗതികമായ സുഖത്തിൻ്റെ പൂർണ്ണത ലഭിച്ച് കാര്യങ്ങൾ വളരെ നന്നായി മുന്നോട്ട് പോകാൻ ഇടവൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ 11ാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെയധികം പര്യാപ്തമാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെയും നന്നായി പ്രാർത്ഥിക്കുക. ഇവിടെ ശുക്രൻ 6ാം ഭാവാധിപനാണ്, രോഗാധിപനാണ്. പക്ഷേ വലിയ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊന്നും ശുക്രൻ ചെയ്യില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നോക്കുന്നത് 5ാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണ്. 5ാം ഭാവം ബുദ്ധിയുടെ പൂർണ്ണതയാണ്. അതിനാൽ പഠന വിഷയത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകാം. റിസർച്ച് സ്കോളേഴ്സ്, ഉപരിപഠനം നടത്തുന്ന വ്യക്തികൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ തനിക്ക് നടത്താം. ശാസ്ത്ര മേഖലയിലായാൽ അതിനുവേണ്ടി വലിയ ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ ലഭിക്കുക. അപ്രകാരം തന്നെ തൻ്റെ മക്കൾക്ക് അനുകൂലമായി പഠനത്തിനുള്ള സമയങ്ങളും അവസരങ്ങളും കൈവരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രായമുള്ള മുത്തശ്ശിമാർക്ക് തങ്ങളുടെ മക്കൾക്ക്, ഇതുവരെ സന്താനങ്ങളില്ലാത്ത തങ്ങളുടെ മക്കൾക്ക് ഒരു കുഞ്ഞിക്കാൽ കാണുവാനുള്ള അവസരവും വരുന്നു. ഈ സമയം നിർബന്ധമായിട്ട് ഇടവൻ രാശിക്കാർ ശ്രമിക്കണം. സന്താന വിഷയത്തിലേക്ക് അനുകൂലമായ സമയമാണ്. അതിനാൽ പുതിയ ദമ്പതികൾക്ക് സന്താനത്തിന് വേണ്ടി തയ്യാറാകാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അതിനുള്ള അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഡോക്ടറെ കണ്ട് സുഖമായി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പോടുകൂടി ചെയ്യാം. വളരെ അനുകൂലമാണ്. നന്നായി ദേവിയെ പ്രാർത്ഥിക്കുക. ദുർഗാം ദേവിയും ശരണമഹം പ്രപദ്യേ. ഇതാ ദുർഗാദേവിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ആപത്ത് വരുമ്പോൾ നിങ്ങൾ ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആപതി കിം കരണീയം സ്മരണീയം ചരണയോഗങ്ങളും അമ്പായാഹ. ആപത്ത് വരുമ്പോൾ ഈ അമ്മയുടെ ചരണയോഗങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. തൽസ്മരണം കിം കരോതി, ആ സ്മരണ ദേവിയുടെ പാദങ്ങളിൽ വീഴുമ്പോൾ ബ്രഹ്മാദീനബി കിങ്കരീ കരോതി, മറ്റെല്ലാ ദേവതകളും നമ്മളുടെ അടിമകളാക്കാൻ കഴിയുന്നു. അത്ര ശക്തമാണ്
ദേവിയുടെ സാന്നിധ്യം. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി ഈ ഒരു 120 ദിവസം 4 മാസക്കാലം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.